ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് ഷുഗർ ചേർത്ത ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഷുഗർ എല്ലാം തന്നെ നന്നായിട്ട് മെൽട്ടായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം കുറച്ച് കെയർഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതായപ്പോൾ കാരമൽ സിറപ്പ് നല്ല കറക്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സ്വീറ്റ്നെസ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര വരെ ആഡ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് പട്ട കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 2 മുട്ട ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബ്ലെൻഡായി കഴിഞ്ഞ ശേഷം അതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബ്ലെൻഡ് ചെയ്ത മിക്സ്ചർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഈ ഡേറ്റ്സ് കാരമൽ സിറപ്പിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് 1 കപ്പ് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ശേഷം വിസ്കോ ബീറ്ററോ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ് കേക്ക്, പ്ലം കേക്ക്, ഇതുപോലെ കാരമൽ ആഡ് ചെയ്തുണ്ടാക്കുന്ന കേക്ക്സൊക്കെ 2 ദിവസം കഴിഞ്ഞ് കഴിക്കാനാണ് കുറേ കൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേപോലെ 2 ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാരമൽ സിറപ്പിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് കാരമൽ സിറപ്പിൽ സോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ചെയ്തപ്പോൾ എനിക്ക് കേക്ക് കൂടുതൽ ടേസ്റ്റിയറായിട്ട് തോന്നിയായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ശേഷം മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൈസിൻസോ കാഷ്യൂ നട്ട്സോ എന്ത് വേണോ ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതായപ്പോൾ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു റിംഗ് കട്ടർ വച്ച ശേഷം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കാം. ഈ കേക്ക് മോൾഡിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ബ്രഷ് ചെയ്തെടുക്കാം. ഇനി മോൾഡിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു സ്ക്വയർ ഉപയോഗിച്ച് എയർ ബബിൾസ് എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാനിലേക്ക് കേക്ക് മോൾഡ് വെച്ച് കൊടുക്കാം.
കുറച്ച് നട്ട്സോ റേസിൻസോ ആഡ് ചെയ്യാം. ഇനി ഒരു 40 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എല്ലാ സൈഡും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് 2 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂർ ആയതിനു ശേഷം കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഡീമോൾഡ് ചെയ്ത കേക്ക് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. വീട്ടിൽ ഓവനൊന്നും ഇല്ലെങ്കിലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജിഞ്ചർ ഹബ്.